എനിക്കാണെങ്കിൽ വല്ലാത്ത ടെൻഷൻ സുഖം. ഇത് പിന്നെ എവിടെ പോയി? കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല. എനിക്കും മനസ്സിലായി. ഇവിടുത്തെ കാര്യമൊക്കെ പറയാതിരിക്കുക വേണം. നീ എന്താ ഉറങ്ങിയില്ലേ? ഞാൻ സുബണ്ണൻ്റെ കൂടി കളഞ്ഞല്ലേ. സുബണ്ണ അച്ഛൻ വന്നു. സുബണ്ണ ഉറങ്ങിക്കോ. ശരി, ഉറങ്ങിക്കോളൂ. ഞാൻ വിളിച്ചേക്കാം. ഗുഡ് നൈറ്റ്. ഉറക്കം വന്നില്ല അച്ഛാ. മനസ്സിലെന്തോ ഒരു ഭാരം. അതൊന്ന് കുറയ്ക്കാനാ പാവം സുബണ്ണൻ്റെ കൂടി ഞാൻ കളഞ്ഞത്. അല്ല, അച്ഛനെന്താ ഈ ടൈമില്? മോനെ, അമ്മയെ മുറിയിലൊന്നും കാണുന്നില്ല. അമ്മയെ കാണാനില്ലെന്നോ? അച്ഛൻ എന്തൊക്കെയാ പറയുന്നേ? അതെ, ടെറസിലുണ്ടാവുന്ന കരുതി അവിടെ പോയി നോക്കിയേ. അവളവിടെ ഇല്ല. അല്ല, ഇത് ഞാൻ ഒന്ന് വിളിച്ചോക്കാം. വേണ്ട, വിളിക്കണ്ട. മൊബൈല് റൂമിൽ വെച്ചിട്ടാ പോയെ. അച്ഛ പേടിക്കാനൊന്നുമില്ല. അമ്മ എവിടെയൊക്കെ കാണും. നമുക്ക് നോക്കാം. കൊള്ളാം. പ്രൗഢിയുടെയും സമ്പത്തിന്റെയും പാരമ്പര്യത്തിന്റെ ആൾരൂപം തൃച്ചംബരത്തിലെ അഖിലാണ്ടേശ്വരിമാര്. ഈ നട്ടാപ്പാതിരേക്ക് ഈ ഔട്ട് ഹൗസിൽ വന്ന എന്തിനാന്നാ മനസ്സിലാകാത്തത്? ഏതായാലും ഇപ്പോൾ തൃച്ചംബരത്തിന്റെ വകയല്ലെന്ന് എനിക്കറിയാം. ദാനമായി കൊടുത്തതാണെങ്കിലും വിലയാധാരമായി എഴുതി കൊടുത്തതാണല്ലോ. എന്താ, ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? ഇപ്പോൾ തൃച്ചംബരത്തെ ബാല്യക്കാരായിട്ടുള്ള ആരും തന്നെ ഈ വീട്ടിൽ താമസിക്കുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് എന്റെ ആങ്ങള ദാസായിരുന്നു. അവൻ ഈ തൃച്ചംബരം ഔട്ട് ഹൗസ് ഉപേക്ഷിച്ച് ഓടിപ്പോയി. പിന്നെ ആരാകിലാമാർ ഇവിടെ ഉള്ളത്? ആരത്തരിക്ക ഈ വരവ്? ഓ, മകനെ ആയിരിക്കും. അതെങ്ങനെ ശരിയാവാനാ? അവന് പിണ്ടം വെച്ചതല്ലേ. അവന്റെ ആത്മാവിനെ തേടി ഏതായാലും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. അതുകൊണ്ട് പോയി കിടന്നുറങ്ങിയിട്ട് കർക്കിടക മാസമല്ലേ, പുലർച്ചെ എഴുന്നേറ്റ് മകനും കൂടി ചേർത്ത് ബലിയിടാൻ നോക്ക്. നിങ്ങളുടെ കുത്തുവാക്കുകൾക്ക് മറുപടി പറയാൻ എന്റെ നാവിൽ വാക്കുകളില്ലാഞ്ഞല്ല. എന്റെ സംസ്കാരം അതിനനുവദിക്കുന്നില്ല. മനസ്സും ശരീരവും തളർന്നുപോയൊരു വ്യക്തിയുടെ മുന്നിൽ എത്ര കണ്ടക്ഷോഭം നടത്തിയാലും ആ വ്യക്തി പ്രതികരിച്ചു എന്ന് വരില്ല. അത് നിങ്ങളുടെ ജയമായി കരുതരുത്. എല്ലാം കലങ്ങിത്തെളിയുമ്പോ നമ്മളൊന്ന് കാണും. കാണണം. ഈ പാതിരാത്രിക്ക് നമ്മൾ എവിടെ പോയി തരവച്ച? അല്ല, അമ്മ എവിടേക്ക് പോകാൻ സാധ്യത? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. മൊബൈലാണ് ഇവിടെ വെച്ചിട്ടാ പോയത്. മാഡം ഒന്ന് നിന്നേ. എന്നാൽ ഇതും കൂടി കേട്ടിട്ട് പോ. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി മാഡത്തിന്റെ ഇപ്പോഴത്തെ വരവിന്റെ പൊരുൾ എനിക്കറിയാം. എന്റെ കുഞ്ഞ് തൃച്ചംബരത്തെ പരമ്പര നിലനിർത്തുമോ എന്നറിയാനുള്ള വ്യഗ്രത. അവൾ നെറുകയിൽ ചാർത്തുന്ന സിന്ദൂരത്തിന് അർത്ഥമുണ്ടെങ്കിലേ അങ്കുഞ്ഞും സംഭവിക്കൂ.
പറഞ്ഞതിന്റെ അർത്ഥം തൃച്ചംബരത്തെ കോടീശ്വരിക്ക് മനസ്സിലായിട്ടുണ്ടാകും. മായാലോകത്തുള്ള ഏതോ ഒരു ആനന്ദകൃഷ്ണന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ ഞാൻ ഞങ്ങളെ വിടില്ല എന്ന്. അച്ഛൻ വെറുതെ ടെൻഷൻ ഒന്നും വേണ്ട. അമ്മ ദൂരെ ഒന്നും പോയിട്ടുണ്ടാവില്ല. ദേ കാറുകളൊക്കെ മുറ്റത്ത് കിടക്കുന്ന കണ്ടില്ലേ? എന്ത് വിധിയാണടാ മോനെ അച്ഛൻ്റെത്. എന്താ അച്ഛ ഇത്? അച്ഛൻ വെറുതെ എന്നെ കൂടി ടെൻഷൻ അടുപ്പിക്കായിരിക്കും. ആനന്ദിനെ കാണാതായതിനു ശേഷം അഖില ഇതുവരെ ഉറങ്ങിയിട്ടില്ല. അതറിയോ നിനക്ക്? അതാ എനിക്ക് ഭയം. അച്ഛ അമ്മ വരുന്നു. അഖില, നീ പാതിരാത്രിക്ക് എവിടെ പോയിരുന്നു അഖില? അമ്മ, ഞങ്ങൾ എത്ര ടെൻഷൻ അടിച്ചു എന്നറിയോ? രാത്രി ഉറങ്ങിക്കിടന്ന് നിന്നെ ഞാൻ ഉണർന്നു നോക്കുമ്പോ കാണാനില്ലെന്ന് പറഞ്ഞാൽ എന്നോട് പോലും ഒരു വാക്ക് പറയാതെ എന്നോട്ട് ഇറങ്ങിപ്പോയതാക്കില്ല. ആരോട് എന്തു പറയാൻ? നിങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ നിന്നും ഈ അഖില ഇറക്കി വിട്ടിട്ട് കാലം കുറച്ചായില്ലേ? അമ്മ, വേണ്ട. നിന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത്? ഒന്നുമില്ല അച്ഛാ, എല്ലാം ശരിയാവും. അച്ഛൻ പോയി കിടക്ക്. ചെല്ലച്ച, ഒരു പക്ഷെ അമ്മയ്ക്ക് എന്തെങ്കിലും സങ്കടങ്ങൾ പറയാനുണ്ടാവും. ചെല്ലച്ച. അച്ഛൻ ഞാനാ പറയുന്ന ചെല്ല്. കല്യാണി, വേണ്ട വേണ്ട, ഇരിക്കവിടെ. പൊടിയേരിയിട്ട് ചൂട് കഞ്ഞി വെച്ചിട്ടുണ്ട്. നല്ല ചുട്ടരച്ച ചമ്മന്തി. അത് കുടിക്കുമ്പോൾ ക്ഷീണമൊക്കെ മാറും. ഒന്ന് ചൂടാറട്ടെ. പൊളമ്മയ്ക്ക് ബുദ്ധിമുട്ടായല്ലേ? പിന്നെ ഞാനൊരു മല മറിച്ചിട്ട് വരികയല്ലേ. ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊരു എടുത്താ പൊങ്ങാത്ത ഭാരം. അരകലിൽ അരച്ചും ആട്ടുകല്ലിൽ ആട്ടിയും ഉരലിടിച്ചും ഒക്കെയാ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് പുട്ടും അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കുന്നത്. ഇന്നത്തെ പോലെ ഗ്യാസ് സ്റ്റൗ ഒന്നുമില്ല. വിറക് വെട്ടുന്നതും അത് ചുമന്നുകൊണ്ട് വരുന്നതും ഒക്കെ ഒറ്റയ്ക്ക. പിന്നെ അടുപ്പെന്നൊക്കെ പറഞ്ഞാൽ താഴെ ഇരിക്കണം. പുകയും കരിയൊക്കെ കൊള്ളണം. എന്ന് വെച്ച് അന്നത്തെ പെണ്ണുങ്ങൾക്ക് ചന്തമൊന്നും കുറഞ്ഞു പോയിട്ടില്ല. ദേ, ഇന്നിപ്പോൾ രാവിലെ റോഡിലേക്ക് ഇറങ്ങിയാല് കുറെ പെണ്ണുങ്ങൾ കൊളസ്ട്രോൾ പോകാനും ഷുഗർ കുറയ്ക്കാനും ഒക്കെ പട്ടാള പരേഡ് നടത്തുന്നതാണ്. സ്റ്റൗവും മിക്സിയും ഗ്രൈൻഡറും ഒന്നും ഇല്ലെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യം വരില്ലായിരുന്നു. ആ, ഇപ്പൊ എങ്ങനെയുണ്ട്? ക്ഷീണം അല്പം കുറവുണ്ടോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല ഒപ്പളമ്മേ. ശരി, കഞ്ഞി തണുത്ത് കാണും. ഞാൻ പോയി എടുത്തോണ്ട് വരാം. ഒപ്പളമ്മ, ആഹാ, കെട്ടൊക്കെ മാറിയോ? കേറി വാ.
ഞാൻ ഇന്നലെ രാവിലെ നന്ദന പറഞ്ഞിട്ട് അറിഞ്ഞത് എന്തോ കല്യാണി തല ഇറങ്ങി വീണൂന്ന്. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ കുഞ്ഞെ. അതിന് ഞാനൊരു കാരണക്കാരനായില്ലേ എന്ന് ആലോചിക്കുമ്പോ മനസ്സിലൊരു വിഷമമുണ്ട്. അതിന് മാത്രമേ വിഷമം തോന്നുന്നുള്ളൂ. ഇല്ലോ പുളമേ, കിടന്നിട്ട് ഉറക്കം വന്നില്ല. എന്തോ ഇല്ലൊരു തെറ്റെയ്ത പോലെ ഒരു കുറ്റബോധം. അപ്പൊ തന്നെ വന്ന ഓപ്പോളമ്മയോടും മാപ്പ് പറയാൻ വേണ്ടി ഇറങ്ങിയതാ ഞാൻ. പക്ഷെ നന്ദന സമ്മതിച്ചില്ല. പിന്നെ എപ്പോഴും ഉറങ്ങിപ്പോയി. അവളാണ് പെണ്ണ്, ഉത്തമയായ ഭാര്യ. ഭർത്താവ് ചെയ്ത് തെറ്റാണെന്ന് മനസ്സിലാക്കി രാത്രി തന്നെ അവൾ ഇവിടെ വന്നിരുന്നു എന്നോട് മാപ്പ് ചോദിക്കാൻ. നല്ല തറവാട്ടിൽ പറഞ്ഞൊരു പെണ്ണിനെ അങ്ങനെ ഒരു മനസ്സുണ്ടാവും. അല്ലപ്പോളമേ, ഞാനങ്ങനെ എപ്പോഴും മദ്യപിച്ച് നടക്കുന്ന ഒരാളല്ല. എന്തിനാ എപ്പോഴും ഇങ്ങനെ ഒരു ദിവസം കുടിച്ചാ മതിയല്ലോ. എല്ലാ മദ്യപാനികളും ഇതൊക്കെ തന്നെയാ പറയുന്നത്. നീ ചെയ്ത തെറ്റിന് സ്വയം ശിക്ഷ ഏറ്റെടുത്ത് മാപ്പ് പറഞ്ഞില്ലേ നിന്റെ ഭാര്യ? പത്തരം മാറ്റ തങ്കമാണ് ആ മനസ്സ്. നീ കാരണം ആ മനസ്സൊന്ന് വേദനിച്ചാൽ, കണ്ണീരൊന്ന് പൊടിഞ്ഞാൽ അതൊരിടുത്തിയെ പോലെ വന്ന് ഭവിക്കും നിന്റെ ശിരസ്. അവൾ നിന്നെപ്പോലെ ഒരു ഭർത്താവിന്റെ ഉള്ളിലെ നന്മയും തിന്മയും മനസ്സിലാക്കി തോളോട് തോൾ ചേർന്ന് നടക്കുന്നവളാണ്. ഭാര്യ അളവില്ലാത്ത സ്നേഹം തരുമ്പോൾ പലിശ സഹിതം അത് തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥനാണ് ഭർത്താവ്. ഓപ്പോളമേ, നന്ദന എനിക്ക് ജീവന. അവളുടെ സ്നേഹത്തെക്കാൾ വലിയ ഒരു ലഹരിയില്ലായിരുന്നു നിന്റെ ജീവിതത്തില്. നീ കുടിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. എല്ലാറ്റിനും ഒരു നിയന്ത്രണവും മാന്യതയും ഒക്കെ വേണ്ടേ? ഓപ്പോളമേ, ഞാൻ ഇന്നലെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം ഓപ്പോളമ്മ. ആ മോനെ, നീ അങ്ങനെ ചെറുതാവാനുള്ളവനല്ല. തെച്ചമ്പരത്തെ ആരെക്കാളും വലിയ മനസ്സാണ് നിനക്കുള്ളത്. നിന്റെ മുഖത്ത് നോക്കുമ്പോൾ നിന്റെ ഉള്ളിലെ നന്മ എനിക്ക് വായിച്ചെടുക്കാം. എന്നെ തേടി വന്ന നിന്റെ ഭാര്യയില്ലേ നന്ദന, അവൾ നീ എന്ന തണൽ മരത്തിന്റെ കീഴിൽ എന്നും സന്തോഷവതിയായി തന്നെ ഇരിക്കും. തൃച്ചമ്പരത്തെ കെടാവിളക്കാണവൾ. നീ എന്ന പുണ്യം നെറുകയിൽ സിന്ദൂരരേഖയായി ചാർത്തുന്ന കാലം വരെ ആ കെടാവിളക്കണയില്ല. നീ എന്നോട് ഒരു മോശവും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിന്നോട് എനിക്കൊരു പരിഭവവും ഇല്ല. ഞാൻ ഒരു ചായ എടുക്കട്ടെ? ഏയ്, ചായ ഒന്നും വേണ്ട. ഓപ്പോളമ്മോട് മനസ്സുറന്ന് സംസാരിച്ചപ്പോ തന്നെ മനസ്സിലാ ഭാരം അങ്ങോട്ട് പോയ പോലെ. ഇഷ്ടാണെങ്കിൽ കുറച്ച് പൊടിയരിക്കഞ്ഞി എടുക്കട്ടെ? പൊടിയരിക്കഞ്ഞി ഉണ്ടാ? പൊടിയിരിക്കഞ്ഞ് മാത്രല്ല നീ കുഞ്ഞെ, അനിയൻ കുഞ്ഞിന് ഇഷ്ടമുള്ള ചുട്ടരച്ച ചമ്മന്തി കൂടി ഉണ്ട്. ചുട്ടരച്ച ചമ്മന്തിയാ? അപ്പൊ ഞാൻ പോയിട്ടേ നന്ദനായിട്ട് വരാം. ദേ, അതിനു മുമ്പ് തീർത്തേക്കരുന്ന ആ തടീനോടൊന്ന് പറഞ്ഞു കിട്ടാ. ആ ആ തൃച്ചമ്പരത്തി ഇങ്ങനൊരു കുഞ്ഞ് വിചിത്രം തന്നെ. കോഫി വേണോ ചേച്ചിക്ക്? വേണ്ട. എക്സ്ക്യൂസ് മീ സർ. ആ, ഒരു ഇരിക്കും.
ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. രണ്ട് ദിവസം മുമ്പേ അയക്കേണ്ട ഡോക്യുമെന്റ്സ് ആയിരുന്നു മാഡം. ഇപ്പൊ തന്നെ ഡിലേ ആയി മാഡം. മാഡം, സാറിനോടും മാഡത്തിനോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറയൂ. നിങ്ങളാരും കമ്പനിയിലേക്ക് വരാത്തതുകൊണ്ടാവാം കമ്പനി കാര്യങ്ങൾ പലതും കുഴഞ്ഞു മറിഞ്ഞു കിടക്കുകയാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മാനേജർക്ക് അറിവുള്ളതല്ലേ? ഈ മാനസികാവസ്ഥയിൽ ചേച്ചി എങ്ങനെയാ കമ്പനി കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്? അതറിയാം മാഡം. പുതിയ സ്റ്റാഫിനെ എടുക്കാനുള്ള ഇന്റർവ്യൂ വരെ അരവിന്ദ് സാർ മാറ്റിവെച്ചു. കാൻഡിഡേറ്റ്സിന് പുതിയ ഡേറ്റ് പോലും കൊടുത്തിട്ടില്ല ഇതുവരെ. മനസ്സിന് എന്തെങ്കിലും ഒരു സമാധാനം കിട്ടാതെ കമ്പനി കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ കുഞ്ഞിനെ കാണാതായിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ചേച്ചി പെറ്റു വളർത്തി ഇവിടം വരെ കൊണ്ടെത്തിച്ചതല്ലേ? എല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ മാനേജർ എന്ന നിലയ്ക്ക് എനിക്ക് ഈ കാര്യം ഇവിടെ ബോധ്യപ്പെടുത്തിയല്ലേ പറ്റൂ. ഈശ്വര, എന്റെ ചേച്ചിയെ ഇനിയും പരീക്ഷിക്കരുതേ. എന്നാ മാഡം, ഞാനങ്ങോട്ട്. എന്താ മാഡം പോലീസൊക്കെ? അയ്യോ ചേച്ചി, പോലീസ്! അയ്യോ, നമ്മുടെ ആനന്ദിന് ഇനിയിപ്പോ എന്തെങ്കിലും... ഞാൻ രാജശേഖരൻ തമ്പി, DYSP ആണ്. എന്നെ മാഡത്തിന് നന്നായിട്ട് അറിയാം. തൃച്ചംബരത്ത് ഇന്നു വരെ വന്ന ഒരു പോലീസുകാരനും കാശ് ഇതുപോലെ കവർന്നെടുത്ത് പോയിട്ടില്ല. ഞങ്ങൾ ദാനം കൊടുത്തിട്ടേ ഉള്ളൂ. ബട്ട് യു ക്രോസ്ഡ് ദ ലിമിറ്റ്. മറ്റൊരാളിൽ നിന്ന് അച്ചാരം വാങ്ങി അഖിലാണ്ടേശ്വരിയെ തോൽപ്പിക്കാമെന്ന വ്യാമോഹം നടക്കില്ലത്. നടന്ന ചരിത്രമില്ല ഇതുവരെ. താൻ ഉപ്പ് തിന്നു, ഇനി വെള്ളം കുടിക്കാനാണ് വിധി. ആൻഡ് യു ജസ്റ്റ് ഗെറ്റ് ലോസ്റ്റ്. അന്ന് മാഡം എനിക്ക് കൽപ്പിച്ചു തന്ന സസ്പെൻഷൻ പിൻവലിക്കാൻ ഞാൻ ഒരുപാട് പാടുപെട്ടു. സാർ ഇരിക്കും. എന്താ സാർ ഇപ്പൊ ഇങ്ങോട്ട്? എന്തെങ്കിലും കാര്യമില്ലാതെ എനിക്ക് തൃച്ചംബരത്തേക്ക് വന്ന് നിങ്ങളെ മുഖം കാണിക്കേണ്ട ഗതികേടൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇതാരാ? ഇത് ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മാനേജറാണ്. ജസ്റ്റ് an official visit. ഓക്കെ, ഞാൻ കാര്യത്തിലേക്ക് വരാം. മിസ്റ്റർ ശിവരാമകൃഷ്ണൻ, നിങ്ങൾക്ക് 2 മക്കളല്ലേ? അതെ. താങ്കൾക്ക് അറിയാവുന്നതാണ്. യെസ്. അതിലൊരാൾ ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ MD മിസ്റ്റർ ആനന്ദ് കൃഷ്ണൻ അല്ലേ? അതെ. മിസ്റ്റർ ആനന്ദ് കൃഷ്ണനെ ഒന്ന് വിളിക്ക്. ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്.